നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്തതിൽ വൻ അഴിമതിയെന്നും ഇത് സംഘടിതമായ അഴിമതിയാണെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പിൽ CPM കോടികൾ മറിക്കുകയാണെന്നും കേരളത്തിൽ UDF തരംഗമെന്നും വൻ വിജയം നേടുമെന്നും KC. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന K സുധാകരന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണെന്നും അഭിപ്രായം പറയാൻ പറ്റുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പറയുന്ന പാർട്ടിയല്ലെന്നും KC വേണുഗോപാൽ. തൃശൂർ പീച്ചിയിൽ രേഖകളില്ലാത്ത 62,50,000 രൂപ എക്സൈസ് പിടികൂടി. ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന ബസ്സിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. പണം പിടിച്ചെടുത്തത് ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി. കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ക്ഷേത്രത്തിലെ ഭരണി ആഘോഷത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ കോമരത്തിനെ ചവിട്ടി വീഴ്ത്തുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച സംഭവത്തിൽ സംവിധായകൻ സജിൻ ബാബുവിനെതിരെ കേസെടുത്ത പോലീസ്. നടപടി ദേവസ്വം മാനേജർ നൽകിയ പരാതിയിൽ. NDAയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിലും കേരളത്തിലും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകുമ്പോൾ മാത്രമേ സംസ്ഥാനത്ത് കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിയൂവെന്ന് മുൻ MP അപരാജിത സാരംഗി IPS. ഷൊർണൂരിൽ NDA മണ്ഡലം കൺവെൻഷൻ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ലാക്ദൾ NDA പിന്തുണയ്ക്കുമെന്ന് ഭാരവാഹികൾ. ദേശീയ തലത്തിൽ NDAയ്ക്കൊപ്പം നിൽക്കുന്ന RLD കേരളത്തിൽ സജീവമായത് മാസങ്ങൾക്ക് മുൻപ്. വാർത്തകൾ വിശദമായി. ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്തതിൽ വൻ അഴിമതിയെന്നും ഇത് സംഘടിതമായ അഴിമതിയാണ്. തിരഞ്ഞെടുപ്പിൽ CPM കോടികൾ മറിക്കുന്നതിനാലാണ് ഈ അഴിമതിയെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരളത്തിൽ UDF തരംഗമെന്നും വൻ വിജയം നേടുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന K സുധാകരന്റെ പ്രസ്താവന അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമാണെന്നും അഭിപ്രായം പറയാൻ പറ്റുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പറയുന്ന പാർട്ടിയല്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത 200ഓളം ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി. ബാറുകളുടെ സമയപരിധി നീട്ടി ഉത്തരവിറക്കിയ അതേ ദിവസമാണ് ഇത് ചെയ്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ CPM കോടികൾ മറിക്കുകയാണ്. അതിനാണ് ഈ അഴിമതി. LPG പ്രതിസന്ധി സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. കേരളത്തിൽ UDF തരംഗമുണ്ടെന്നും വൻ വിജയം നേടുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കേരള സർക്കാർ നടത്തിയിട്ടുള്ള ഒരു സംഘടിത അഴിമതി ഏറ്റവും ഒടുവിൽ ക്ലാസിഫിക്കേഷൻ നോക്കാതെ ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്ത കാര്യത്തിൽ കേരളം കണ്ട വൻ അഴിമതികളൊന്നും നടന്നിരിക്കുകയാണ്. അഴിമതി ഇല്ലെന്ന് ഊറ്റം കൊള്ളുന്ന സർക്കാർ സംഘടിത രീതിയിൽ അഴിമതി നടത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ബാറുകൾക്ക് 5 വർഷത്തേക്കാണ് കാലാവധി കൊടുക്കുക. അത് കഴിഞ്ഞ് ടൂറിസം വകുപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ അനുസരിച്ചിട്ടാണ് ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുക്കുക. ഇപ്പോൾ 200ഓളം ബാറുകൾക്ക്, 1ഉം 2ഉമല്ല, ടൂറിസം വകുപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ കാത്തു നിൽക്കാതെ വളരെ രഹസ്യമായിട്ട് ലൈസൻസ് പുതുക്കി കൊടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, ടൂറിസം വകുപ്പ് ക്ലാസിഫിക്കേഷൻ പുതുക്കി കൊടുക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. കാരണം സ്റ്റാർ ഫെസിലിറ്റി നിശ്ചയിച്ചിട്ട് ആ 3 സ്റ്റാർ ഫെസിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ബാറുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഹോട്ടലുകളുടെ സൗകര്യങ്ങൾ കുറഞ്ഞു പോയാൽ അതനുസരിച്ച് പുതുക്കി കൊടുക്കേണ്ടി വരും, പുതുക്കി പണിയേണ്ടി വരും, കുറച്ച് ചിലവൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ടൂറിസം വകുപ്പിൻ്റെ ഈ ക്ലാസിഫിക്കേഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ബാർ ഹോട്ടലുകൾ ശ്രമിക്കാറുള്ളത് പലപ്പോഴും. അത് ടൂറിസം വകുപ്പ് തന്നെ പലപ്പോഴായിട്ട് പരാതി പറയാറുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വളരെ രഹസ്യമായിട്ട്, സർക്കാർ വെബ്സൈറ്റിൽ പോലും ഉണ്ടായിരുന്നില്ല, 200 ബാറുകൾക്കും ലൈസൻസ് പുതുക്കി കൊടുത്തിരിക്കുകയാണ്. ഇത് സംഭവിച്ച ദിവസം ഏതാണ്? ഇരട്ട അഴിമതിയാണ്. ബാറുകളുടെ സമയപരിധി നീട്ടിക്കൊടുത്ത അതേ ഉത്തരവിറക്കിയ അതേ ദിവസം തന്നെയാണ് ഈ ഉത്തരവ് നടത്തിയിരിക്കുന്നത്. കേരളത്തെ മദ്യവർജനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് വരുന്ന അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. എത്ര ബാർ അനുവദിച്ചിരിക്കുന്നതിനൊപ്പം മൊത്തം ഇതുപോലെ ബാറുകൾ അനുവദിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇത് കൃത്യമായിട്ടും തിരഞ്ഞെടുപ്പിലേക്ക് നമുക്കറിയാം, സ്പ്രിംഗർ, സ്വർണ്ണക്കടത്ത്, ശബരിമല സ്വർണ്ണക്കൊള്ള,
ഇത് കഴിഞ്ഞിപ്പോൾ ഏറ്റവും പുതിയ അക്ഷയപാത്രമായിട്ട് സർക്കാരും CPM കണ്ടിരിക്കുന്നത് ഈ ബാറുകളുടെ ഈ ലൈസൻസ് നീട്ടിക്കൊടുക്കലാണ്. ഇത് കൊടിയ അഴിമതിയാണ്. തിരഞ്ഞെടുപ്പിൽ കോടികൾ മറിച്ചുകൊണ്ടിരിക്കുകയാണ് CPM. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വൻ അഴിമതിയാണ് ഈ ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്ത കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളോട് കാണിച്ച ഏറ്റവും കടുത്ത വഞ്ചനയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക സ്വീകരിച്ച സംഭവത്തിൽ വിവരങ്ങൾ അറിയാൻ വോട്ടർമാർക്ക് അവകാശമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ വിവരങ്ങൾ മറച്ചുവെക്കുകയാണ്. വസ്തുവിവരങ്ങൾ മറച്ചുവെച്ച ചട്ടലംഘനമാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണം. ഇക്കാര്യത്തിൽ പരാതി നൽകുമെന്നും നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കുമെന്നും രാജീവ് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. കൃത്യമായിട്ടും ഫോം 26 അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ്റെ ചട്ടമനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിത്വം അപേക്ഷ നൽകുമ്പോൾ കൊടുക്കേണ്ട അഫിഡവിറ്റിൽ സ്വത്ത് വിവരങ്ങൾ പൂർണ്ണമായിട്ടും കാണിക്കണമെന്നുള്ളത് ഫോം 26 സത്യവാങ്മൂലത്തിൽ പറയുന്നതാണ്. അത് ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പ് 36(2) പ്രകാരം രാജീവ് ചന്ദ്രശേഖരൻ്റെ നാമനിർദ്ദേശ പത്രികയിലെ വിവരങ്ങൾ ഒക്കെ മനസ്സിലാക്കാനും പരിശോധിക്കാനും ജനങ്ങൾക്കും അവകാശമുണ്ട്, വോട്ടർമാർക്കും അവകാശമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോറമംഗലയിലുള്ള ക്രമ നമ്പർ 68-2408 68-2408 എന്ന വസ്തു രാജീവ് ചന്ദ്രശേഖർ മനഃപൂർവ്വം മറച്ചുവെച്ചു. ഈ വസ്തുവിൻ്റെ നികുതിയായിട്ട് 5,02,995 രൂപ 2026 മാർച്ച് 17, അതായത് കഴിഞ്ഞ മാർച്ച് 17, ഈ മാർച്ച് 17 2026 മാർച്ച് 17 അദ്ദേഹം അടച്ചിട്ടുണ്ട്. നികുതിയായിട്ട് അദ്ദേഹം തന്നെ അടച്ചിട്ടുണ്ട്. കർണാടക സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച വ്യക്തമായ രേഖകളുമുണ്ട്. 2026 മാർച്ച് 17 5 ലക്ഷത്തിലധികം രൂപ നികുതി അടച്ച 5 ലക്ഷം രൂപ നികുതി അടക്കണമെങ്കിൽ ആ സ്വത്തിൻ്റെ വില എത്രയായിരിക്കും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കർണാടകത്തിലെ വില. ആ വസ്തു അവിടെ വീട്ടിലില്ല, മറച്ചു വച്ചിരിക്കുകയാണ്. 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഈ വസ്തു വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും 26 ഇത് ഒഴിവാക്കി. ഇത് ക്ലിയർ വയലേഷനാണ്. ഇത് റൂളിൻ്റെ വയലേഷനാണ്, ക്ലിയർ റൂളിൻ്റെ വയലേഷനാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരങ്ങൾ മറച്ചു വച്ചതിന് 125(a)(2) പ്രകാരം 125(a)(2) പ്രകാരം നടപടി സ്വീകരിക്കണം. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച് പരാതി നൽകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പീച്ചിയിൽ രേഖകളില്ലാത്ത 62,50,000 രൂപ എക്സൈസ് പിടികൂടി. ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോയിരുന്ന ബസ്സിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെടുത്തത്. കർണാടക സ്വദേശി ഉദയ് എന്ന ആളിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ആഘോഷത്തിനിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കോമരത്തിനെ ചവിട്ടി വീഴ്ത്തുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ സിനിമ ചിത്രീകരിച്ച സംഭവത്തിൽ സിനിമയുടെ സംവിധായകൻ സച്ചിൻ ബാബുവിനെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. ദേവസ്വം മാനേജർ വിനോദ് കുമാറിന്റെ പരാതിയിലാണ് നടപടി. സിനിമാ രംഗം യഥാർത്ഥ സംഭവം എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഭരണി ആഘോഷ നാളുകളിൽ ക്ഷേത്രത്തിലും പരിസരത്തുമായി സിനിമാ ചിത്രീകരണം നടന്നിരുന്നു. ക്ഷേത്രത്തിലെത്തിയ കോമരത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ചവിട്ടി വീഴ്ത്തുന്ന സിനിമാ രംഗം യഥാർത്ഥ സംഭവം എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. സംഭവത്തെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുകയുണ്ടായി. ഡോക്യുമെന്ററി, സിനിമ എന്നിവയുടെ ഷൂട്ടിങ്ങിനായി ഉപയോഗിക്കരുതെന്നുള്ള കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ് അനുമതിയില്ലാതെ ചിത്രീകരണം നടത്തിയത്. മീനഭരണി മഹോത്സവത്തിനിടയിൽ ഡോക്യുഫിക്ഷൻ നിർമ്മാണത്തിനായി വീഡിയോ ചിത്രീകരിക്കുന്നതിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് സംവിധായകൻ ദേവസ്വം ബോർഡിന് നൽകിയ അപേക്ഷ ദേവസ്വം ബോർഡ് നിരസിച്ചുവെങ്കിലും അനുമതിയില്ലാതെ ക്ഷേത്രത്തിൽ സിനിമ ചിത്രീകരിച്ചുവെന്നാണ് ദേവസ്വത്തിന്റെ പരാതി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. NDAയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിലും കേരളത്തിലും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകുമ്പോൾ മാത്രമേ സംസ്ഥാനത്ത് കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിയൂ എന്ന് മുൻ MP അപരാജിത സാരംഗി IAS പറഞ്ഞു. NDA ഷൊർണൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അപരാജിത സാരംഗി. ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന NDA ഷൊർണൂർ മണ്ഡലം കൺവെൻഷൻ നേതാക്കളിലും പ്രവർത്തകരിലും ആവേശമായി. കൺവെൻഷനിലെത്തിയ BJP സഹപ്രഭാരിയും മുൻ MP-യുമായ അപരാജിത സാരംഗി IAS-നെയും സംഗീത സംവിധായകൻ കൈലാസ് മേനോനെയും നേതാക്കൾ ഷാളണിയിച്ച് സ്വീകരിച്ചു.
കൺവെൻഷൻ അപരാജിത സാരംഗി IAS ഉദ്ഘാടനം ചെയ്തു. NDAയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിലും കേരളത്തിലും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകുമ്പോൾ മാത്രമേ സംസ്ഥാനത്ത് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് അവർ പറഞ്ഞു. മാറി മാറി ഭരിച്ച UDF LDF സർക്കാരുകൾ കേരളത്തെ വികസന മുരടിപ്പിലേക്ക് എത്തിച്ചെന്നും അപരാജിത സാരംഗി പറഞ്ഞു. In the earlier government, I was opposed at every point. No work was allowed to be done in my constituency by the then government, and that is why we all got together, the Bharatiya Janata Party people, and we all fought against the BJD. We said we wanted Modi ji's government, we want double engine sarkar in Odisha. We are aware of the fact that there are 28 states and 8 union territories in the country. In 19 states, we have our own government. Our government, our NDA government, in 19 states, always remember this. കൺവെൻഷനിൽ കൈലാസ് മേനോൻ, സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസ്, BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ, KM ഹരിദാസ്, EP നന്ദകുമാർ, ജയൻ മാസ്റ്റർ, മുരളീധരൻ, മണികണ്ഠൻ, MP സതീഷ് കുമാർ, രഞ്ജിത്ത്, അഡ്വക്കേറ്റ് പ്രഭാശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ലോക്ദൾ NDA പിന്തുണയ്ക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയ തലത്തിൽ NDAയ്ക്ക് ഒപ്പം നിൽക്കുന്ന RLD ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കേരളത്തിൽ സജീവമായത്. LDF-നോടും UDF-നോടും വിമുഖത കാണിക്കുന്ന വിഭാഗത്തെ NDAയ്ക്ക് അനുകൂലമാക്കിയാണ് ലക്ഷ്യം. NDA സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി രംഗത്തിറങ്ങുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് PR സതീഷ് മേനോൻ, സംസ്ഥാന സെക്രട്ടറി പ്രകാശ് നട്ടക്കുളങ്ങര, രാജേഷ് കൈലാട്, KP ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മളെ NDAക്ക് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മുടെ NDA സ്ഥാനാർത്ഥികളെല്ലാം പാലക്കാട് ജില്ലയിൽ അവരുടെയെല്ലാം സപ്പോർട്ടോടുകൂടി ഞങ്ങൾ RLD എന്ന പ്രസ്ഥാനം NDA മുന്നണിയോടൊപ്പം പാലക്കാടിലെ എല്ലാ NDA സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രവർത്തിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിനോട് പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. LDF കോട്ടായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം KM സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. R. ലത അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി PP സുമോദ്, V. മോഹനൻ, KG ബാബു, TK ദേവദാസ് എന്നിവർ സംസാരിച്ചു. മണ്ണൂർ കൈമകുന്നത്തുകാവ് കൂത്തുതാലപ്പൊലി ഉത്സവം ഭക്തിസാന്ദ്രമായി. മണ്ണൂർ സ്വരൂപത്തിൽ നിന്നും കുതിരെഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്ര മൈതാനിയിലെത്തി. ഇതോടെ 37 ദേശവേലകളും കാളാകുതിര വേലകളും ക്ഷേത്ര മൈതാനിയിൽ അണിനിരന്നു. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, സോപാന സംഗീതം, ദാരികാവധം, 10 പഞ്ചാരിമേളം, ഉച്ചപൂജ എന്നിവയുണ്ടായി. ഉച്ചയ്ക്ക് 2:30 മണ്ണൂർ സ്വരൂപത്തിൽ നിന്നും കുതിരെഴുന്നള്ളിപ്പുണ്ടായി. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രമൈതാനിയിലെത്തി. ഇതോടെ മറ്റ് 37 ദേശവേലകളും കാള കുതിരവേലകളും ക്ഷേത്രമൈതാനിയിൽ എത്തി അണിനിരന്നു. ക്ഷേത്രത്തിൽ മേളം, പഞ്ചവാദ്യം, വൈകിട്ട് കുതിരകളി എന്നിവയുണ്ടായി. വാദ്യമേളങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, ബാൻഡ് വാദ്യം, മറ്റു പുതുമയാർന്ന വേഷവിധാനങ്ങൾ, അലങ്കാര വാഹനങ്ങൾ എന്നിവ ദേശവേലകൾക്ക് മാറ്റുകൂട്ടി. രാത്രി 8-ന് നാദസ്വരം, ഡബിൾ തായമ്പക, ബുധനാഴ്ച പുലർച്ചെ പഞ്ചവാദ്യം, ശ്രീരാമ പട്ടാഭിഷേകം കൂത്ത് എന്നിവയുണ്ടായി. കുതിര കാളകളിയോടെ കൂത്തുതാലപ്പൊലി ആഘോഷത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്തതിൽ വൻ അഴിമതിയെന്നും ഇത് സംഘടിതമായ അഴിമതിയാണെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പിൽ CPM കോടികൾ മറിക്കുകയാണെന്നും കേരളത്തിൽ UDF തരംഗമെന്നും വൻ വിജയം നേടുമെന്നും KC. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന K. സുധാകരന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണെന്നും അഭിപ്രായം പറയാൻ പറ്റുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പറയുന്ന പാർട്ടിയല്ലെന്നും KC വേണുഗോപാൽ. തൃശൂർ പീച്ചിയിൽ രേഖകളില്ലാത്ത 62,50,000 രൂപ എക്സൈസ് പിടികൂടി. ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന ബസ്സിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. പണം പിടിച്ചെടുത്തത് ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി. കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ക്ഷേത്രത്തിലെ ഭരണി ആഘോഷത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ കോമരത്തിനെ ചവിട്ടി വീഴ്ത്തുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച സംഭവത്തിൽ സംവിധായകൻ സജിൻ ബാബുവിനെതിരെ കേസെടുത്ത പോലീസ്. നടപടി ദേവസ്വം മാനേജർ നൽകിയ പരാതിയിൽ. NDAയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിലും കേരളത്തിലും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകുമ്പോൾ മാത്രമേ സംസ്ഥാനത്ത് കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിയൂവെന്ന്
മുൻ MP അപരാജിത സാരംഗി IPS. ഷൊർണൂരിൽ NDA മണ്ഡലം കൺവെൻഷൻ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ലാക്ദൾ NDA പിന്തുണയ്ക്കുമെന്ന് ഭാരവാഹികൾ. ദേശീയ തലത്തിൽ NDAയ്ക്കൊപ്പം നിൽക്കുന്ന RLD കേരളത്തിൽ സജീവമായത് മാസങ്ങൾക്ക് മുൻപ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അടുത്ത വാർത്ത വൈകിട്ട് 6 മണിക്ക്. നമസ്കാരം.